വർണ്ണമോളെ, വേദക്കുട്ടിയുടെ വിശേഷങ്ങളൊന്നും ചോദിക്കാത്തത് എന്താ? എന്ത് വിശേഷം ചോദിക്കാൻ? ഞാൻ ദിവസം കാണുന്നില്ലേ. ഞാൻ ക്ഷേത്രം ഒന്ന് ചുറ്റി നടന്ന് കണ്ടിട്ട് വരാം. തിരുമേനി ക്ഷമിക്കുക. എന്തിന്? അല്ല, മോളുടെ പെരുമാറ്റം. അതൊന്നും സാരമില്ല തമ്പുരാട്ടി. കുറച്ചുകൂടി മുതിർന്നു കഴിയുമ്പോ വർണ്ണമോൾക്ക് കാര്യങ്ങളെല്ലാം വ്യക്തമാവും. രാജ്യം ഭരിക്കേണ്ട പെൺകുട്ടിയല്ലേ, അങ്ങനെ ആവാനല്ലേ പറ്റൂ. വേദക്കുട്ടിയോട് ആവശ്യമില്ലാത്തൊരു മത്സരം അവളുടെ മനസ്സിലുണ്ട്. എത്ര പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടും അത് അവസാനിപ്പിക്കുന്നില്ല. വേദക്കുട്ടിയുടെ മനസ്സ് വേദനിക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ക്ഷമിക്കാൻ പറയൂ കുട്ടിയോട്. തമ്പുരാട്ടി ക്ഷമ പറയേണ്ട ആവശ്യമൊന്നുമില്ല. കൊച്ചു തമ്പുരാട്ടി പഠിക്കുന്ന അതേയിടത്ത് എന്റെ കുട്ടി കൂടി ഇരിക്കുന്നത് എന്റെ ഭാഗ്യമെന്നല്ലാതെ വേറെന്തു പറയാൻ. ഞാനത് കുഞ്ഞിനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. മോളുടെ ഭാഗത്തുനിന്ന് ഒന്നും ഉണ്ടാവില്ല. ആ, അതെനിക്കറിയാം. പ്രായത്തിൽ കവിഞ്ഞ പക്വതയുണ്ട് വേദക്കുട്ടിക്ക്. തിരുമേനിയുടെ ഉപദേശങ്ങളുടെ ഫലം എല്ലാം തികഞ്ഞൊരു കുഞ്ഞ്. അമ്മയില്ലാത്ത കുട്ടിയാണ്. അമ്മ പറഞ്ഞു കൊടുക്കേണ്ടതും പഠിപ്പിക്കേണ്ടതും ഒക്കെ ചെയ്യേണ്ടത് ഞാനാണ്. അമ്മയില്ലാത്ത കുറവ് വേദക്കുട്ടി അറിയുന്നില്ല, അതുറപ്പാണ്. പോകാം നമുക്ക്. എന്താ കുട്ടി തിരക്ക്? എനിക്ക് പോകണം. എങ്കിൽ ആയിക്കോട്ടെ തിരുമേനി. വർണ്ണമോളെ, പോയി വരൂ. എന്തിനാ പൂജാരിയോട് അങ്ങനെ പറഞ്ഞത്? എന്ത് പറഞ്ഞ കാര്യ കുട്ടി ചോദിക്കുന്നത്? അമ്മ നാടുവാടുന്ന തമ്പുരാന്റെ ഭാര്യയല്ലേ, അങ്ങനെ എന്നോട് ക്ഷേത്ര പൂജാരിയോട് ക്ഷമ പറയേണ്ട കാര്യമുണ്ടോ? അച്ഛൻ തമ്പുരാൻ പറയുന്നത് കേട്ടിട്ടില്ലേ കുട്ടി? ദേശമംഗലത്തെ യാതൊരു പ്രജകളെയും പോലെയാ തമ്പുരാനും തമ്പുരാട്ടിയും ഒക്കെ. അപ്പൊ പിന്നെ എന്താ ഒരു വ്യത്യാസം? കൊട്ടാരത്തിൽ മറ്റുള്ളവര് പറയുന്നത് അങ്ങനെയല്ലല്ലോ. എല്ലാവരും തമ്പുരാനെ അനുസരിക്കണമെന്നല്ലേ. മറ്റുള്ളവരെ ഭരിക്കാൻ വേണ്ടി ദൈവം സൃഷ്ടിച്ചവരല്ലേ തമ്പുരാക്കന്മാർ. ഇതാര് പറഞ്ഞതെന്ന് കുട്ടിയോട് ഈ മണ്ടത്തരങ്ങളൊക്കെ? സുകന്യാണോ അതോ ചിത്രഭാനുവോ? ആരായാലും എന്താ, ഇനി അമ്മ തമ്പുരാട്ടി ആരോട് മാപ്പ് പറയാൻ പോണ്ട. നോക്കുമോളെ, ഫലം കൂടുതലുള്ള വൃക്ഷം ചാഞ്ഞിരിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. അതുപോലെയാണ് നമ്മൾ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തുമ്പോ കൂടുതൽ വിനയമുള്ളവരായിട്ട് മാറണം. മോള് നാടുവാഴുന്ന തമ്പുരാന്റെ മകളാണ്. കൊട്ടാരക്കെട്ടിലെ സുഖ സൗകര്യങ്ങളിലാണ് ജീവിക്കുന്നത് എന്ന് കരുതി അതിന്റെ അഹങ്കാരത്തിൽ കുട്ടി നടന്നു പോയാൽ ദേശമംഗലത്തെ കുട്ടി അഹങ്കാരിയാണെന്നേ ആളുകൾ പറയൂ. മറിച്ച് എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുകയും ചിരിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ദേശമംഗലത്തെ തമ്പുരാട്ടിക്കുട്ടി നന്മയുള്ളൊരു തമ്പുരാട്ടിക്കുട്ടിയാണെന്ന് എല്ലാവരും പറയും. എനിക്ക് അങ്ങനെ നന്മയുള്ള കുട്ടി ആവണ്ട. ഞാൻ ദേശമംഗലത്തെ പൊന്നു തമ്പുരാന്റെ മകളാ. എന്നെ എല്ലാവരും ബഹുമാനിക്കണം. മോളെ, അമ്മ നടക്കൂ. വേദക്കുട്ടിക്ക് നാവിന് പിടിക്കുന്നുണ്ടോ ആവോ? പൂജാരിയുടെ മകള് പാലും പഴമൊക്കെ കഴിച്ചല്ലേ വളരുന്നത്. ഞങ്ങളുടെ ഭക്ഷണമൊക്കെ പിടിക്കുവോ? മല്ലിയമ്മ വച്ചിരുന്നില്ലേ, നല്ല രുചിയുണ്ട്. ഞാൻ അമ്മ വയ്ക്കുന്ന ഭക്ഷണം കഴിക്കാൻ ഭാഗ്യമില്ലാത്ത കുട്ടിയാ. കഴിച്ചോ രണ്ടാളും? വേദക്കുട്ടി എന്തിനാ പാഠശാലയിൽ പോകുന്നത്? പഠിക്കാൻ. എന്തൊക്കെയാ പഠിപ്പിക്കുന്നത്? അതോ, ഞങ്ങൾ വേദം പഠിക്കും, പുരാണങ്ങൾ പഠിക്കും, ഇതിഹാസങ്ങൾ പഠിക്കും, അങ്ങനെ ഇങ്ങനെ ഒരുപാടുണ്ട്. പിന്നെ ഗുരുപുത്രിയുടെ അടുത്ത് നിന്ന് നൃത്തവും പഠിക്കും. എന്ത് രസമായിരിക്കും അല്ലേ? കഥകളൊക്കെ പറഞ്ഞുതരോ? ഗുരുനാഥൻ എന്തോരം കഥ പറഞ്ഞുതരും. എല്ലാ ദിവസവും ഓരോ കഥ പറഞ്ഞുതരും. എന്ത് കഥയാ പറഞ്ഞു തരിക? കുഞ്ഞിക്ക് കഥ കേൾക്കുന്നത് വലിയ ഇഷ്ടമാണ്.
കുഞ്ഞിയുടെ അച്ഛനുണ്ടായിരുന്നപ്പോ കുഞ്ഞിയെ തോളിലിരുത്തിക്കൊണ്ട് കഥയും പറഞ്ഞ് ഇങ്ങനെ നടക്കും. അച്ഛൻ പറയുന്ന മുഴുവൻ കാട്ടിലെ കഥകളാ. കാട്ടിലെ വലിയ വലിയ മൃഗങ്ങള്, അവയുടെ അലർച്ചകള്, പിന്നെ തേനെടുക്കാൻ പോകുന്നതിന്റെ വിശേഷങ്ങള്. വേദക്കുട്ടിയെ പോലെ വലിയ വലിയ കഥകളൊക്കെ കേൾക്കാൻ എനിക്ക് പറ്റില്ല. കുഞ്ഞിക്കിപ്പ എന്ത് കഥയാ വേണ്ടേ? കഥ കേൾക്കണോ? ഇനി മുതൽ ഗുരുനാഥൻ പറഞ്ഞിരുന്ന കഥകളെല്ലാം ഞാനിവിടെ വന്ന് കുഞ്ഞിക്ക് പറഞ്ഞുതരാം. അത് മതിയോ? മതി. ഇപ്പൊ എന്ത് കഥയാ പറയാ? ഇപ്പം വേദക്കുട്ടി ഭക്ഷണം കഴിക്കല്ലേ, അത് കഴിച്ചു തീരട്ടെ, എന്നിട്ട് മതി കഥയൊക്കെ. എന്നാലും ഒരു കഥ പറ വേദക്കുട്ടി. ആ, ഗുരുനാഥൻ ഇപ്പോൾ ഞങ്ങൾക്ക് പറഞ്ഞിരുന്ന കഥ എന്താണെന്നറിയോ? ആറ്റുകാലമ്മയുടെ ഐതിഹ്യങ്ങളാ. ആറ്റുകാലമ്മയെന്ന് പറഞ്ഞാൽ സാക്ഷാൽ ശ്രീകുരുമ്പയാണ്. അമ്മയുടെ അനുഗ്രഹം കിട്ടിയ ഒരുപാട് കഥകളുണ്ട്. അതിലൊരു കഥ ഞാൻ പറഞ്ഞുതരാം. എന്നാ പറ. പണ്ട് പണ്ട് ഒരു നാട്ടില് ഒരു വലിയ തറവാടുണ്ടായിരുന്നു. അവരെ കുറുപ്പത്ത് തറവാട്ടുകാരെന്നാണ് പറയുക. അവിടെ ഒരു ദിവസം ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അമ്മേ മഹാമയേ, ഈ വാർദ്ധക്യത്തിലും അടിയനെ എന്തിനാ ഇങ്ങനൊരു പരീക്ഷണം? ഒട്ടും വയ്യാതായിരിക്കുന്നു. ദേഹമാസകലം ചുട്ടുനീർന്നു. അമ്മയല്ലാതെ ഞങ്ങൾക്ക് മറ്റൊരു അഭയമില്ല. കാക്കണേ അമ്മേ. അമ്മേ, അമ്മേ, അമ്മേ. എന്താ അങ്ങന്നേ? ഉറങ്ങിയോ? കണ്ണൊന്നും മാടിപ്പോയി, അത്രേ ഉള്ളൂ. വേദന ഉണ്ടോ? ഉണ്ട്. ദേഹമാസകലം നുറുങ്ങി വേദനിക്കുന്നു. എന്താ ശാരദ നമുക്ക് ഇങ്ങനൊരു ഗതി വന്നത്? നിത്യേന കൂടുന്നല്ലാതെ കുറയുന്നില്ലല്ലോ. ഇതിന് മാത്രം നമ്മൾ എന്ത് പാപം ചെയ്തു? ദേവി മഹാമായയോട് പ്രാർത്ഥിക്കാം. പരാതി പറഞ്ഞിട്ട് എന്തോ കാര്യം? അസൂരി പിടിച്ചവരെ നേർക്കുനേരെ കാണാൻ പറ്റാത്തവരായിട്ടാണ് സമൂഹം നമ്മളെ പരിഗണിക്കുക. ആരും സഹായിക്കില്ല. ഇങ്ങനെ കിടന്നൊടുങ്ങി പോവുകയുള്ളൂ നമ്മള്. മോളെവിടെ? അവള് പുറത്തു പോയിരിക്കുക. പുറത്തു പോവുകയോ? ഈ അവസ്ഥയിലോ? അടുക്കളയിൽ സാധനങ്ങളൊന്നുമില്ല. എന്തെങ്കിലും വെച്ച് കഴിക്കണ്ടേ? പുറം പണിക്ക് വരുന്ന കല്യാണിയാണെങ്കിൽ കാണാനും ഇല്ല. അതുകൊണ്ടാ വാണിമോള് തന്നെ ഇറങ്ങാന്ന് വെച്ചത്. ഈശ്വര, എന്റെ കുഞ്ഞിനൊന്നും സംഭവിക്കരുതേ. അവള് നമ്മളെ രണ്ടുപേരെയും പരിചരിക്കുന്നു. അകറ്റി നിർത്താൻ പറ്റുന്നില്ലല്ലോ നമ്മുടെ കുഞ്ഞിനെ. അവൾക്കും ചിലപ്പോ. ഇല്ല ശാരദേ, അവക്കൊന്നും സംഭവിക്കില്ല. ഈ വേദനയിലും നമ്മൾ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നതുകൊണ്ട് അമ്മ അവളെ കാക്കും. എന്താ, എന്തു പറ്റി? വേദന സന്ധ്യകളെയൊക്കെ പിടിച്ചു വലിക്കുന്നു. നമ്മൾ രണ്ടുപേരും പരസ്പരം പരാതി പറഞ്ഞിട്ട് എന്ത് കാര്യം? അല്ലേ ശാരദേ? കുറച്ചു നേരം കൂടെ കിടന്നോളൂ. വേണ്ട, കിടന്നോളൂ. അല്പമെങ്കിലും ഉറങ്ങാൻ പറ്റിയ അതൊരു കാര്യമായില്ലേ? അമ്മേ, അമ്മേ, അമ്മേ ഭഗവതി
ദേവി കാത്ത് രക്ഷിക്കണം. ഭഗവതി അമ്മേ അമ്മേ മഹാമായേ ദേവി മഹാമായേ. ഇത്തവണ ദീനം വല്ലാതെ പടർന്നു പിടിച്ചിട്ടുണ്ട്. കാരശ്ശേരി മനയിലെ എല്ലാവർക്കും അസുഖമാണെന്നാ പറഞ്ഞു കേട്ടത്. കൂട്ടത്തിലാരോ ചത്തു എന്നൊരു വാർത്തയുണ്ട്, പുറത്തറിയിച്ചിട്ടില്ല. അമ്മയുടെ വിളയാട്ടമാണ്, തെറ്റ് ചെയ്തതിനുള്ള ശിക്ഷയാണ്. അപ്പൊ പിന്നെ മനുഷ്യരായ നമ്മളെന്തു പറയാൻ? കുറുപ്പത്തെ സ്ഥിതി എന്താ? കാർന്നോർക്കാ തുടങ്ങിയത്, ഇപ്പോ ഭാര്യയ്ക്കുമായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പുറം പണിക്ക് പോകുന്ന കല്യാണി പറഞ്ഞുകൊണ്ട് പോകുന്ന ഞാൻ കേട്ടതാ. അവിടെ ഇപ്പൊ ഇനി ഒരു മകള് മാത്രമല്ലേ ഉള്ളൂ, താമസിയാതെ അതിനും ആവും. കുറുപ്പത്ത് കാരണവർ നമുക്കെല്ലാവർക്കും വേണ്ടപ്പെട്ടവരില്ലേ? ഒന്ന് അന്വേഷിക്കാതെ എങ്ങനെയാണ്? വസൂരി പിടിച്ചു കിടക്കുന്ന വീട്ടിൽ അന്വേഷിച്ചു പോകാനോ? മണ്ടത്തരം പറയാതിരിക്കൂ. അവരുടെ വിധി അവരനുഭവിക്കുന്നു, അതിന് നമ്മൾ കൂട്ടിയാ കൂടുവോ? നമ്മൾ പോകരുതെന്ന് മാത്രമല്ല, വേറൊരാൾ ആ വഴിക്ക് പോകാതെ നോക്കുകയും വേണം. ഞാൻ പറഞ്ഞതേ അവിടുത്തെ ജോലിക്കാരി കല്യാണിയെ പറ്റിയാ. അസുഖക്കാരെ തൊട്ടും തലോടിയും നിന്നിട്ട് ആ പെണ്ണിങ്ങനെ നാട്ടിലൂടെ നടക്കുക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഭീഷണിയാ. അതാ കുറുപ്പത്തെ കാരണവരുടെ മോളല്ലേ? അതെയല്ലോ. എന്താ ഈ കുട്ടി കാണിക്കുന്നത്? നാടുനീളെ വസൂരി പരത്താൻ തന്നെയാണോ ഉദ്ദേശിക്കുന്നത്? വരിക. അവിടെ നിൽക്കുക. ഇതെങ്ങോട്ടാ? വീട്ടിലെ സാധനങ്ങൾ തീർന്നിരിക്കുന്നു, വാങ്ങണം. വീട്ടിലെ വിശേഷങ്ങളൊക്കെ ഞങ്ങൾ നാട്ടുകാർ അറിയുന്നുണ്ട്. വസൂരി ദീനമല്ലേ വീട്ടിൽ? അപ്പോ കുട്ടി ഇങ്ങനെ പുറത്തിറങ്ങി നടന്നാലോ? അതിന്റെ കേട് ഞങ്ങൾ നാട്ടുകാർക്കാണ്. തിരിച്ചു പോവുക. എന്താ ഈ പറയുന്നത്? വീട്ടിലെ സാധനങ്ങൾ തീർന്നിരിക്കുകയാണ്. അച്ഛനും അമ്മയ്ക്കും വെച്ച് വേവിച്ച് കൊടുക്കണ്ടേ? അതുകൊണ്ട് ഈ നാട് മുഴുവൻ അലഞ്ഞിരി നടക്കാമെന്നാണോ ഉദ്ദേശിക്കുന്നത്? സമ്മതിക്കില്ല ഞങ്ങൾ. പുറംപണിക്ക് വരുന്ന സ്ത്രീയും എത്തിയിട്ടില്ല. അതുകൊണ്ടാണ് എനിക്ക് ഇറങ്ങേണ്ടി വന്നത്. എനിക്ക് പോയേ പറ്റൂ. പറ്റില്ല എന്നാ പറഞ്ഞത്. ദീനം പിടിച്ച വീട്ടിൽ നിന്ന് ആരും പുറത്തിറങ്ങാൻ പാടില്ല. നാട്ടിലെ രീതി കുറുപ്പത്തുകാർക്ക് അറിയില്ലെന്നുണ്ടോ? നോക്കൂ, അച്ഛൻ നിങ്ങളെ എല്ലാവരെയും എത്രയോ സഹായിച്ചിട്ടുള്ളതാണ്. വീണു കിടക്കുമ്പോ നിങ്ങളൊക്കെ തിരിച്ചു ചെയ്യേണ്ടതല്ലേ? ഞാൻ വേണമെങ്കിൽ തിരിച്ചു പോകാം. നിങ്ങൾ ആർക്കെങ്കിലും അല്പം സാധനങ്ങൾ അവിടേക്ക് എത്തിക്കാൻ പറ്റുമോ? എന്നിട്ട് പടർന്നു പിടിച്ചിരിക്കുന്ന പാപത്തിന്റെ പങ്ക് ഞങ്ങൾക്കും കൂടെ കിട്ടണമല്ലേ? അല്ല, തിന്നാനും കുടിക്കാനും സാധനങ്ങൾ വാങ്ങിച്ചു വെച്ചിട്ട് എന്തിനാ? ദീനം വന്ന ഭേദമാവില്ല. ചാകുന്നവർക്ക് ഭക്ഷണം എന്തിനാ? നിർത്തൂ, ദൈവദോഷം പറയാതിരിക്കൂ. എന്റെ അച്ഛനും അമ്മയ്ക്ക് ഒന്നും സംഭവിക്കില്ല. ദേവി മഹാമായ അവരെ കാത്തുകൊള്ളും. ഞാൻ പെട്ടെന്ന് സാധനങ്ങൾ വാങ്ങിച്ച് മടങ്ങിക്കോളാം. ഇനിയും പറയുന്ന കേൾക്കാൻ ഭാവമില്ലെങ്കിൽ ഞങ്ങൾ കല്ലെറിഞ്ഞോടിക്കും. ഞങ്ങൾക്ക് കുട്ടികളും കുടുംബമുണ്ട്, അതിനെ നശിപ്പിക്കാൻ ഞങ്ങൾ ഒരുത്തരെ സമ്മതിക്കില്ല. തിരിച്ചു പോകുന്നോ അതോ ഞങ്ങൾ കല്ലെറിഞ്ഞോടിക്കണോ? ദൈവനിഷേധമാണ് നിങ്ങൾ ചെയ്യുന്നത്. അസുഖം ആർക്കും വരാം. പരിചരിച്ച് സുഖപ്പെടുത്തുന്നതിന് പകരം ഒറ്റപ്പെടുത്തി കൊല്ലരുത്. ഞങ്ങൾ ഇല്ലാതാവുന്നതാണ് നിങ്ങൾക്ക് കാണേണ്ടതെങ്കിൽ ഞാൻ തിരിച്ചു പൊയ്ക്കോളാം. ആ കുട്ടിയുടെ കരച്ചിൽ കണ്ടിട്ട് എന്തോ ഒരു വല്ലായ്മ. എന്നാ സഹായത്തിന് ചെല്ലുക. പിന്നെ തന്നെയോ തന്റെ കുടുംബക്കാരെയോ പെരുവഴിയിൽ കാണാൻ പാടില്ല. എന്താ മോളെ? പുറത്തിറങ്ങാൻ സമ്മതിക്കുന്നില്ല. സാധനങ്ങൾ വാങ്ങാൻ സമ്മതിക്കാതെ മടക്കി അയച്ചു. എല്ലാവരും ഉണ്ട്. ഞാൻ പുറത്തിറങ്ങി നടന്നാല് നാട് മുഴുവൻ ദീനം പടർന്നു പിടിക്കും അത്ര. നമ്മളിനി എന്താ ചെയ്യുക അച്ഛ? എല്ലാവരും കൂടെ നമ്മളെ ഒറ്റപ്പെടുത്തുകയാണ്. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല മോളെ. എല്ലാവർക്കും പേടിയല്ലേ. കഴിഞ്ഞ വർഷം 100 കണക്കിന് പേരെയാ പായില് ചുരുട്ടിയും ജീവനോടെയും ഇല്ലാതെയും കുഴിച്ചു മൂടിയത്. നിങ്ങൾക്ക് ഞാൻ എന്ത് വെച്ച് തരും? വിശക്കുന്നില്ലേ അച്ഛനും അമ്മയ്ക്കും? പോട്ടുമോളെ, കഴിക്കാനൊന്നും ഇല്ലെങ്കിൽ ദേവി മഹാമായിക്കുള്ള ഉപവാസം ഒന്ന് കരുതാം. അതിലൊടുങ്ങാത്ത വിശപ്പില്ലല്ലോ. അച്ഛനും അമ്മയ്ക്കും നിന്നെ കുറിച്ച് ഓർത്താണ് മോളെ പേടി. ഞങ്ങളെ പരിചരിക്കുന്നത് നീയാണല്ലോ. വേറെ എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടായിരുന്നെങ്കിൽ മോളെ ദൂരെ എവിടേക്കെങ്കിലും പറഞ്ഞയച്ചേനെ. വേണ്ട, എനിക്ക് എങ്ങോട്ടും പോകണ്ട. അച്ഛനും അമ്മയ്ക്കും സുഖമില്ലാതാവുമ്പോ പരിചരിക്കേണ്ടത് മകളുടെ ചുമതലയാണ്.
അത് ചെയ്യുന്നതിന്റെ പേരിൽ എനിക്ക് ശിക്ഷ കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ. എന്നാലും അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് ഒരുപാട് നേരം വന്നിരിക്കുമൊന്നും വേണ്ട. ഇനി എന്ത് നോക്കാനാണ് അച്ഛാ? മരുന്നായിട്ട് വേപ്പില അരച്ച് പുരട്ടുക മാത്രമേ ഉള്ളൂ. അത് ഞാൻ പുരട്ടിത്തരാം. അടുത്തിരുന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. മരണത്തിന് എനിക്ക് പേടിയൊന്നുമില്ല. അച്ഛൻ വിഷമിക്കണ്ട. രണ്ടുപേരും കിടന്നോളൂ, ഞാൻ മരുന്ന് പുരട്ടിത്തരാം. എന്താ അച്ഛാ? മുജ്ജന്മത്തിലെ ദോഷമായിരിക്കാം എന്റെ ഈ അവസ്ഥ. പക്ഷേ അതേ ജന്മത്തിൽ ഞാൻ സുഹൃതവും ചെയ്തിട്ടുണ്ട്. നിന്നെ മകളായി കിട്ടാൻ. അച്ഛനും അമ്മേനെ ഒരുപാട് സ്നേഹിച്ചിട്ടില്ലേ? ഒരു കുറവുമില്ലാതെ എന്നെ നോക്കിയിട്ടില്ലേ? അത് തിരിച്ചു ചെയ്യേണ്ടവൾ ഞാൻ തന്നെയല്ലേ? ഞാൻ കർമ്മത്തിൽ വിശ്വസിക്കുന്നു. എന്റെ കർമ്മം ഞാൻ ചെയ്യുന്നു. കരയാതിരിക്കൂ അമ്മേ. കല്യാണി ഇന്ന് വരില്ല എന്നുണ്ടോ? കല്യാണി പേടിച്ചിട്ടുണ്ടാവും. 4 കുഞ്ഞുങ്ങളല്ലേ, അതും ചെറിയ കുഞ്ഞുങ്ങൾ. എല്ലാവർക്കും അവരവരുടെ ജീവൻ തന്നെയാ വലുത്. അവള് വരികയാണെങ്കിൽ വരട്ടെ. അമ്മ വിഷമിക്കണ്ട. എനിക്ക് ആരോഗ്യമുള്ളിടത്തോളം നിങ്ങളുടെ കാര്യങ്ങൾക്ക് ഒരു വീഴ്ചയും സംഭവിക്കില്ല. മനസ്സിൽ നന്മയുള്ളവരെ അധികകാലമൊന്നും ദേവി പരീക്ഷിക്കില്ല. എന്റെ അച്ഛന്റെയും അമ്മയുടെയും നന്മ നിറഞ്ഞ മനസ്സിനെ എനിക്ക് വിശ്വാസമുണ്ട്. നിൽക്കൂ. ആ എവിടേക്കാ? കുറുപ്പത്തേക്ക്. അവിടെ ദീനമുള്ളതൊന്നും അറിയില്ലെന്നുണ്ടോ? അവിടെ സഹായത്തിനൊന്നും വേറെ ആരുമില്ല. ഓ, വസൂരി ദീനം പിടിച്ചവരെ സഹായിക്കുകയും വേണം, നാട്ടിൽ അലഞ്ഞിരിഞ്ഞ് നടക്കുകയും വേണം. ഒരു കാര്യം ചെയ്തോളൂ, പോകുന്നത് കുറുപ്പത്തേക്കാണെങ്കിൽ പിന്നെ അവിടുന്ന് പുറത്തിറങ്ങാൻ പാടില്ല. സ്ഥിരമായി അവിടെ തന്നെ നിന്നോണം. അയ്യോ, കുടിയില് എന്റെ കുഞ്ഞുങ്ങൾ മാത്രമേ ഉള്ളൂ. എനിക്ക് അവരെ നോക്കണ്ടേ? ആ, അപ്പൊ സ്വന്തം കുഞ്ഞുങ്ങളെ വേണോ അതോ കുറുപ്പത്തുകാരുടെ ജീവൻ വേണോന്ന് ആലോചിക്കുക. സത്യം പറഞ്ഞാൽ കുറുപ്പത്ത് പുറംപണിക്ക് പോകുന്ന നിന്റെ അടുത്തു പോലും ഞങ്ങൾ നിൽക്കാൻ പാടില്ലാത്തതാണ്. വേണമെങ്കിൽ സ്വന്തം ജീവനും കൊണ്ട് കുടുംബത്തേക്ക് വെക്കോ. അഥവാ നിഷേധിക്കാനാണ് ഭാവമെങ്കിൽ എന്താ ചെയ്യേണ്ടത് ഞങ്ങൾക്കറിയാം. പോകുന്നുണ്ടോ? ഞാൻ തിരിച്ചു പൊയ്ക്കോളാം. എനിക്ക് എന്റെ കുഞ്ഞുങ്ങളെ നോക്കണം. എന്നാ പോ. പേടിയുണ്ട്. ഇനി കുറുപ്പത്തുനിന്ന് ആരും പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല. അകത്തേക്കാരെയും കയറ്റി വിടാനും പാടില്ല. നാടിനെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ചുമതലയല്ലേ? അച്ഛൻ എഴുന്നേറ്റോളൂ, ഭക്ഷണം കഴിക്കാം. കറി വെക്കാൻ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. സാരമില്ല, മോള് കഴിക്കുന്നില്ലേ? ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കഴിച്ചോളാം. അടുക്കളയിൽ കുറച്ച് ജോലിയുണ്ട്. വെക്കാൻ അധികം ഇല്ലാത്തടത്ത് കഴുകാൻ എന്താ കുട്ടിയുള്ളത്? ഉള്ളത് എടുത്തുകൊണ്ട് വരൂ, എല്ലാവർക്കും കൂടി ഇരുന്ന് കഴിക്കാം. ഒന്ന് തൂത്ത് തുടച്ചിടണോ അമ്മേ? പിന്നെ ഒന്ന് പോവുകയും വേണം. നിങ്ങൾ കഴിച്ചോളൂ. സാധനങ്ങൾ ഒട്ടും ഇല്ലാന്ന് പറഞ്ഞിട്ട് ഇതെവിടുന്നാ ശാരദേ? പത്തായം തുടച്ചെടുത്തതുപോലെ എടുത്തു എന്നാ മോള് പറഞ്ഞത്. ഈശ്വര, ഇനി 1 മണി അരി കൂടിയില്ല. അച്ഛനമ്മയ്ക്ക് ഞാൻ ഇനി എന്ത് കൊടുക്കും? അവരുടെ വിശപ്പ് കറ്റാൻ എനിക്കിനി ഒരു മാർഗവുമില്ല. മോളെ,
എന്താ അമ്മേ? നിനക്ക് കഴിക്കാൻ ഭക്ഷണം ഉണ്ടെന്ന് പറഞ്ഞത് നേര് തന്നെ അല്ലേ? ആ ഉണ്ട്, കലത്തിലുണ്ട്. അമ്മ പോയി കഴിച്ചോളൂ. എന്നാ കല ഒന്നിങ്ങടെ എടുത്തേ. അമ്മ എന്തിനാ അത് നോക്കുന്നത്? അമ്മ ചെല്ല്. ഒട്ടും ഇല്ല അല്ലേ? കള്ളം പറയാനും പഠിച്ചോ എന്റെ കുട്ടി? പിന്നെ ഞാൻ എന്താ അമ്മയെ ചെയ്യേണ്ടത്? ഒരു അരി പോലും തികച്ചുണ്ടായിരുന്നില്ല. വാ എന്റെ കൂടെ. വരാനാ പറഞ്ഞത്. ദേ, സംശയിച്ചത് ശരി തന്നെയാ. അകത്തൊരു വറ്റുപോലും ഇല്ല. എന്താ അച്ഛാ ചെയ്യാ? പത്തായത്തിലെ അവസാന അരിമണിയും എണ്ണിയെടുത്തു. എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ അവസാനത്തെ ഭക്ഷണമാകാല്ലേ? അച്ഛാ, ഖേദമില്ല. അത്യാവശ്യം പറമ്പിലുണ്ടായിരുന്ന കായ്കനികളും തീർന്നു. ഇനി എന്താ? അതുകൊണ്ട് ഇത് നമുക്ക് 3 പേർക്കും പരസ്പരം പങ്കിട്ട് കഴിക്കാം. ഒരു ഗതിയും പരഗതിയില്ലാതെ ചത്തൊടുങ്ങുകയാണെങ്കിൽ ഓർമ്മിച്ചെടുക്കുകയാണെങ്കിൽ പദം പറയണ്ട, കരയാൻ വേണ്ട. നമ്മളത് സന്തോഷത്തോടെ കഴിക്കുന്നു. കരയാതെ മോളെ, കരയാതെ.